ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനിയുടെ കാറ് വരുവാണ്. ശാലിനി ഫുഡുമായിട്ട് സ്റ്റേഷനിലേക്ക് വരുവാണ്. ഭാമയാണെങ്കിൽ കൊടുത്ത ഫുഡ് വിഷ്ണു വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷമത്തിൽ ഭാമ വെളിയിലേക്ക് ഇറങ്ങുവാണ്. അപ്പോഴേക്കുമാണ് ശാലിനിയുടെ കാറ് വരുന്നത്. ഇത് കണ്ടപ്പോഴേക്കും ഭാമ ശാലിനി കാണാതെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുകയാണ്. ശാലിനി വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും തന്നെ ശാലിനിയുടെ കയ്യിലെ ഫുഡ് ഭാമയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശാലിനി അടുത്തേക്ക് വരുമ്പോഴേക്കും ഭാമ ഒരു പോലീസ് വണ്ടിയുടെ പുറകിലേക്ക് മാറി നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനിയെ കാണുമ്പോൾ അവിടുത്തെ പോലീസുകാരെല്ലാം സല്യൂട്ട് ചെയ്യുകയാണ്. ശാലിനി നേരെ സ്റ്റേഷനിലേക്ക് വരുവാണ്. ശാലിനി എന്നിട്ട് പറയാണ്, നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ACP ഇല്ലേ, അപ്പോൾ ആ പോലീസുകാരൻ പറയാണ്, ഇല്ല പുറത്ത് പോയി ആ ലോക്കപ്പ് തുറക്ക്, എനിക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും ആ പോലീസുകാരൻ ഒന്നും കൂടെ ശാലിനിയെ നോക്കും. അപ്പം പറയും, അവകാശവും അധികാരവും ഉള്ള ആളാണ് പറയുന്നത്, ലോക്കപ്പ് തുറക്കാൻ പറയും. അപ്പോൾ ശാലിനിയുടെ സൗണ്ട് കേട്ട് വിഷ്ണു തിരിഞ്ഞു നോക്കുകയാണ്. ലോക്കപ്പിൽ നിന്ന് ശാലിനിയെ കാണുകയാണ്. അപ്പോഴേക്കും ആ പോലീസുകാരൻ വന്ന് ലോക്കപ്പ് തുറക്കുകയാണ്. വിഷ്ണു പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, വേണ്ടെന്ന് പറയില്ലെന്ന് പറയും. അപ്പോൾ വിഷ്ണു പറയും, എനിക്ക് വിശപ്പില്ല ശാലിനി എന്ന് പറയും. അപ്പോൾ പറയും, വിഷ്ണുവേട്ടൻ തെറ്റ് ചെയ്യാത്ത അത്രത്തോളം കാലം നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, വിഷ്ണുവേട്ടനെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കും, ഇതെൻ്റെ വാക്കാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ഒരു സമാധാനമാകുകയാണ്. ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്തിനാന്ന് പറഞ്ഞു ശാലിനി വീണ്ടും നിർബന്ധിച്ച് വിഷ്ണുവിന് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴും വിഷ്ണു വേണ്ടെന്ന് പറയാണ്. അപ്പോൾ ശാലിനി നിർബന്ധിച്ച് വിഷ്ണുവേട്ട കഴിക്കാനിരിക്കുന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ശാലിനി പാത്രം തുറന്ന് ഫുഡ് എടുക്കുന്നു. അപ്പോഴേക്കും ഭാമ ഇതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഫുഡ് ഇങ്ങനെ പാത്രത്തിലേക്ക് എടുത്തിട്ട് പറയാണ്, വിഷ്ണുവേട്ട ഒരു ജില്ലയിലെ കളക്ടറാണ് വിഷ്ണുവേട്ടന് ഭക്ഷണം വാരി തരുന്നത്, കഴിക്കാത്തില്ലെന്ന് പറയരുതെന്ന് പറയും. എന്ന് പറഞ്ഞ് വീണ്ടും വാരി കൊടുക്കാൻ പോവാണ്. അപ്പോഴും വിഷ്ണു പറയും, എനിക്ക് വേണ്ട ശാലിനി എന്ന് പറയും. എന്നിട്ട് വീണ്ടും ശാലിനി നിർബന്ധിക്കുമ്പോഴേക്കും വിഷ്ണു ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴേക്കും ഒരു മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ ഭാമ ഓർക്കുന്നതായിട്ട്, കൊച്ചിലത്തെ കാര്യങ്ങൾ ഫുഡ് വാരി കൊടുക്കുന്നതൊക്കെ ഓർക്കുന്നതായിട്ടും ഒക്കെ ഇങ്ങനെ ഓർക്കുക. ആ ടൈമിൽ തന്നെ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും പ്രണയത്തിൻ്റെ ഒരു കുറച്ച് അവരുടെ കണ്ണുകൾ കൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് ഭാമ അവിടെ നിന്നിട്ട് താൻ കൊണ്ടുവന്ന ഭക്ഷണത്തിനെ ഇത് നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ മോന് വിശപ്പില്ലെന്ന് എന്നോട് നുണ പറഞ്ഞതാണ്. എന്നിട്ട് ഭാമ അവിടെ നിന്ന് മനസ്സ് വിചാരിക്കുകയാണ്, ഞാനൊരു തെറ്റാണ്, വലിയൊരു തെറ്റാണ്, ആ തെറ്റിനൊരു ഉത്തരമാണ് എൻ്റെ മോൻ എനിക്ക് കഴിക്കാതെ തിരിച്ചു തന്ന ഈ ഭക്ഷണം മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ശാലിനി എന്നിട്ട് വിഷ്ണുവിനെ ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ഒരു സഹതാപത്തോടു കൂടി ശാലിനിയോട് ചോദിക്കുക, എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന്. ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ശാലിനി പറയും. മരണത്തിന് പോലും എന്ന് പറയും നമ്മൾ ഒന്നിച്ചിട്ടേ മരണം പോലും എത്തത്തുള്ളൂ എന്ന് ശാലിനി പറയുകയാണ്. അവിടെ അവരുടെ ഒരു പ്രണയ രീതിയും കൂടെയാണ് കാണിക്കുന്നത്. നമ്മൾ ഒന്നിച്ചിട്ടേ മരണത്തിന് പോലും നമ്മളെ കൊണ്ടുപോകാൻ ഒക്കുമെന്ന് ശാലിനി പറയാണ്. താൻ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അപ്പോൾ ശാലിനി പറയാണ്, എനിക്ക് കഴിക്കാൻ ഒരുപാട് സമയമുണ്ട്, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയാം. അപ്പോൾ വിഷ്ണു പറയാണ്, അത് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിന് നേരെ നീട്ടിയ ചോറ് എടുത്തിട്ട് ശാലിനിക്ക് വാരി കൊടുക്കാൻ പോവുകയാണ് വിഷ്ണു. അപ്പോഴേക്കും നിറകണ്ണുകളോടുകൂടി ശാലിനി വാ തുറന്നു കൊടുക്കുകയാണ്. വിഷ്ണു ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അവരുടെ കണ്ണുകളിൽ വീണ്ടും പ്രണയം വരികയാണ്. അപ്പോഴേക്ക് ഭാമയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് പോയി. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഭാമ ഇങ്ങനെ ഒരു വിഷമത്തോടുകൂടി സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കുകയാണ്. ഭാമ വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. എന്നിട്ട് മനസ്സ് വിചാരിക്കുകയാണ്, മനസ്സിലിങ്ങനെ വിഷമത്തോടു കൂടി പറയുകയാണ്, എൻ്റെ വാത്സല്യ സ്നേഹം മനസ്സിലാക്കാൻ എൻ്റെ മോന് കഴിയുന്നില്ല, പക്ഷേ വിശപ്പില്ലെന്ന് കള്ളം പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ച് പോയല്ലോ എന്ന് ഭാമ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് വിഷമത്തോടു കൂടി. എന്നിട്ട് ഭാമ തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പം മനസ്സിലാക്കി എൻ്റെ മോൻ എന്നിൽ നിന്ന് അകലുവാണ്, ഞാൻ അകറ്റിയതാണ്, എൻ്റെ പിടിവാശ അകറ്റിയതാണ്, എന്നും എൻ്റേതാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, ഇതിനെല്ലാം കാരണം എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഭാമയോടെ ഇങ്ങനെ വിഷമിച്ചോട് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങും. എൻ്റെ മോനെ, നീ എന്ത് കാണിച്ചാലും ഈ അമ്മയ്ക്ക് നിന്നോട് ഒരു പരിഭവമോ വിഷമോ ഒന്നുമില്ല, കാരണം ഞാൻ നിൻ്റെ അമ്മയാണ്, അതിനേക്കാൾ വലിയ സത്യമില്ല എന്നൊക്കെ ഭാമ ഇങ്ങനെ മനസ്സ് വിചാരിച്ച് കരഞ്ഞുകൊണ്ട് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വിഷ്ണു ശാലിനിയും കൂടെ ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശാലിനിയുടെ മുറിവിൽ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ തൊട്ട് നോക്കി എന്നിട്ട് പറയാണ്, ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അപ്പം ശാലിനി ഇങ്ങനെ പറയാണ്, മനസ്സ് തളരരുത്, ശ്രദ്ധിക്കണം, ഇനിയുള്ള നമ്മുടെ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കേണ്ടത് ഈ മനസ്സാണ്, ജീവിതത്തിൽ ഇതിലും വലിയ നദികൾ നമ്മൾ നീന്തി കടന്നതല്ലേ വിഷ്ണുവേട്ടാ, ഇതും നീന്തിക്കയറും ഉറപ്പ് എന്ന് ശാലിനി പറയും എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ ഇങ്ങനെ സ്നേഹത്തോടുകൂടി പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിലാണ് കുട്ടികൾ രണ്ടുപേരും സത്യയും പപ്പിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് മുന്നിൽ. അപ്പോൾ സത്യ ചോദിക്കുകയാണ്, പപ്പി എന്താണ് പ്രാർത്ഥിച്ചത്, വിഷ്ണു അച്ഛൻ്റെ കാര്യം. അപ്പോൾ സത്യ പറയാണ്, എനിക്കും ഉണ്ട് സങ്കടം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യയെ, ബിഗ് ഫ്രണ്ടിനെ കാണാത്തതിൽ എനിക്ക് എത്രത്തോളം സങ്കടം ഉണ്ടെന്ന് അറിയുമോ, സത്യ പറയാണ്. അപ്പോൾ പപ്പി പറയാണ്,
കാർത്തികായൻ്റെ വിഷ്ണു അച്ഛനല്ല കൊന്നതെന്ന് കോടതിക്ക് ബോധ്യമാകണം. എന്നാലേ വിഷ്ണു അച്ഛന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സത്യ പറയാണ് അതിനെന്താ ഒരു വഴി, നല്ലോണം മനസ്സ് വന്ന് ഈശ്വരനെ വിളിച്ചാൽ മതിയെന്ന് പപ്പി പറയാണ്. ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ വിളിച്ചാൽ വെളിപ്പുറത്താന്നാ പറയുന്നത്, പക്ഷെ വിളിക്കണം എന്ന് പപ്പി പറയണം. അപ്പോൾ സത്യ പറയാണ് ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നമുക്ക് ഇവിടുത്തെ ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല സത്യ പറയാണ്. അപ്പോൾ പപ്പി പറയാണ് വെറുതെ പ്രാർത്ഥിച്ചാലൊന്നും ഇവിടുത്തെ ഭഗവാൻ കേൾക്കില്ല സത്യെ, ഇവിടെ ചെറിയ ചില വഴിപാടുകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ കുറച്ച് കഷ്ടപ്പാടാ. അപ്പോൾ സത്യ പറയാണ് എത്ര കഷ്ടപ്പാടായാലും നമുക്കൊരു കൈ നോക്കാം പപ്പി എന്ന് പറയാണ്. എന്തായിരിക്കും ചെയ്യേണ്ടത്, അതിപ്പോൾ ആരോടായിരുന്നു ചോദിക്കുകയെന്ന് പപ്പി പറയുക. അവിടെ ഒരു സ്വാമിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പപ്പി പറയാണ് നമുക്ക് ഈ സ്വാമിയോട് ചോദിച്ചാലോ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സത്യ പറയാണ് അത് ശരിയാ, ഈ സ്വാമി പറയുന്നത് ചെയ്താൽ മതിയല്ലോ എന്ന്. എന്നിട്ട് ഇപ്പം തന്നെ ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് ആ സ്വാമിയെ വിളിക്കുകയാണ്. സ്വാമി ഒന്ന് നിൽക്കാമോ, ഒരു കാര്യം ചോദിക്കാനാ എന്ന് പറയും. അപ്പോൾ സ്വാമി ചോദിക്കും എന്ത് കാര്യമാണ് മക്കളെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഈ ക്ഷേത്രത്തെക്കുറിച്ചാണെന്ന് പറയും. അപ്പോൾ സ്വാമിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാണ്. ആഹാ മിടുക്കികളാണല്ലോ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹമേ, എന്താണ് മക്കൾക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പപ്പി ചോദിക്കുകയാണ് മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് വഴിയോടാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം സ്വാമി പറയാണ് കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല മക്കളെ, അത് സാധ്യമാണുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് സ്വാമി പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഭഗവാന്മാർക്കിടയിലും അവർക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നമ്മൾ നടത്തിയാൽ നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും എന്ന് സ്വാമി പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശിവഭഗവാന് ധാരയാണ് ഇഷ്ടപ്പെട്ട വഴിപാട് എന്ന് പറയാം. ശിവഭഗവാന്റെ ശിരസിൽ ധാര ഒഴിക്കണം, ഓ നമശിവായ എന്ന് 108 തവണ ഉരുവിട്ട് ധാര ഒഴിക്കണം. എത്രത്തോളം മന്ത്രം ഉരുവിടുന്നു അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ വേഗം ശരിയാകും എന്നൊക്കെ ഉള്ള രീതിയിൽ സ്വാമി പറയുകയാണ്. ആർക്കു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറയും ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് വിഷ്ണു അച്ഛൻ എന്ന് പറയും. അപ്പോൾ സ്വാമി പറയുകയാണ് ആഹാ അച്ഛന് വേണ്ടിയാണോ, അച്ഛന് വേണ്ടിയാണെങ്കിൽ മക്കൾ തന്നെയാണ് ധാര ഒഴിക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ അപ്പി പറയാണ് വിഷ്ണു അച്ഛൻ എന്നാണ് പറഞ്ഞത്, പക്ഷേ സ്വാമി കേട്ടത് അച്ഛൻ എന്നാ. അപ്പോൾ സത്യ പറയാം കുഴപ്പമില്ലെന്നേ നമുക്ക് പോയി വഴിപാട് നടത്താമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴിപാടിനായിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന സത്യഭാമ കാറിൽ ഇങ്ങനെ പോകുന്നതാണ്. വിഷ്ണു സത്യഭാമയോട് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് വിഷമിച്ചുകൊണ്ടാണ് സത്യഭാമ വണ്ടിയിൽ പോകുന്നത്. എന്നെ സ്നേഹിക്കുന്ന വിഷ്ണു അല്ല, അത് മറ്റാരോ ആണെന്ന് തോന്നി, കാരണം എൻ്റെ മകനാണ്, എന്നോ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. ചെറുപ്പത്തിൽ അമ്മയെന്ന് വിളിക്കുന്ന ആ ഒരു സ്നേഹം എനിക്ക് അവൻ്റെ വെളിയിൽ നഷ്ടമായെന്ന് തോന്നുന്നു. എന്നെ ഇപ്പം അവന് കാണുക പോലും വേണ്ട. കാർത്തിക അവൻ തന്നെ കണ്ടെത്തിക്കൊണ്ട് വന്ന പെണ്ണല്ലേ, എന്നിട്ടിപ്പം കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ എന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കാറെ പോവുക. ആ സമയത്ത് തന്നെ പറയുകയാണ് എല്ലാത്തിനും കാരണം ഈ അമ്മ തന്നെയാണ്, കേസും കോടതിയും ലോക്കപ്പും എല്ലാം ഉണ്ടായതും ഇനി ഉണ്ടാവാൻ പോകുന്നു ഈ അമ്മ കാരണമാണ്. എൻ്റെ മകൻ എന്നിൽ നിന്ന് അകന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഞാനായിട്ട് തന്നെ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുത്തി, ഇനി എനിക്ക് അവനെ എൻ്റേത് മാത്രമായി കിട്ടണമെങ്കിൽ അവനെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കണം. എൻ്റെ മകനെ ഒരു കാരാഗ്രഹത്തിലും കടത്താതെ, നിയമത്തിൻ്റെ ഒരു ഇരുമ്പ് കൂട്ടിലും കടത്താതെ തിരിച്ചു കൊണ്ടുവരണം. അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്യണം. എൻ്റെ കുഞ്ഞ്, എൻ്റെ വിഷ്ണു, എൻ്റെ മോൻ എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങ് കരയുമോ വണ്ടിയിൽ. സ്നേഹത്തോടെ എന്നെ അമ്മയെന്ന് വിളിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, തിരിച്ചു കൊണ്ടുവരും ഞാൻ എൻ്റെ മകനെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വിഷ്ണുവായിട്ട് തിരിച്ചു കൊണ്ടുവരും ഞാൻ. ഒരു ലോക്കപ്പ് മുറിയിലും അധികം നാൾ ഞാൻ അവനെ കിടത്തില്ല. ഒരമ്മയുടെ ആഗ്രഹമാണ്, ഒരു മോൻ കൂടെ വേണമെന്നുള്ള ഒരു അമ്മയുടെ അടങ്ങാത്ത ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് സത്യഭാമ വണ്ടിയിൽ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രീതിയുടെ അമ്മായിയമ്മയാണ്. വസുമതി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഫോറൻസിക് ലാബോറട്ടറിയാണ്. അവിടെ ശാലിനി ഉണ്ട്. ശാലിനി അവിടെ ഒരു ഓഫീസറോട് ചോദിക്കുകയാണ് ഞാൻ വിളിച്ചിരുന്നു മിസ്റ്റർ വിനോദ് എന്ന് പറയാം. അപ്പം വിനോദിനോട് തന്നെയാണ് ശാലിനി സംസാരിക്കുന്നത്. ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വല്ലതും വിനോദിന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പെട്രോളും മറ്റെന്തോ ദ്രാവകവും ഉപയോഗിച്ച് കരുതി കുട്ടി ചെയ്ത ഒരു മർഡറാണ് മാഡം എന്ന് പറയാണ്. അതിനൊരു തെളിവും കിട്ടരുതെന്ന് ചെയ്തവർക്ക് ലക്ഷ്യമുണ്ടാകണം, ആ ഒരു രീതിയിലാണ് ഈ കൊലപാതകം ചെയ്തേക്കുന്നത് എന്ന് ശാലിനിയോട് പറയാണ്. അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയിലുള്ള ഒരു എവിഡൻസും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് വിനോദ് പറയാണ്. മരണപ്പെട്ടത് ആരാണെന്ന് അറിയുന്ന എന്തെങ്കിലും എന്ന് ശാലിനി ചോദിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഒന്നും അറിയത്തില്ല എന്ന് വിനോദ് പറയാണ്. ഇനി പോലീസ് സർജന്റെ റിപ്പോർട്ട് വന്നെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് വിനോദ് പറയാണ്. എന്തായാലും ചെയ്തവർ നിസ്സാരക്കാരല്ല, അവർക്ക് തെളിവുകൾ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണെന്ന് ശാലിനി പറയാണ്. അപ്പോൾ പറയാണ് യെസ്, ചെയ്തിരിക്കുന്നത് പണി അറിയാവുന്ന ക്രിമിനൽ തന്നെയാണ് എന്ന് വിനോദ് പറയാണ്. കൃത്യമായിട്ട് ശരീരഭാഗങ്ങൾ കത്തി നശിക്കുന്നതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്, ഒരു തെളിവ് പോലും വെച്ചിട്ടില്ലല്ലോ, ഒന്നും ബാക്കിയില്ലല്ലോ എന്ന്. അതായത് നിയമത്തെ കീറി മുറിച്ച് വിശകലനം ചെയ്യാൻ കഴിവുള്ളവർ, അവരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് ശാലിനി പറയും. അതൊരു പെൺകുട്ടിയുടെ തന്നെയല്ലേ, അതിൽ സംശയമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് വിനോദ് പറയാണ്. അപ്പോൾ ശാലിനി പറയാണ് എനിക്ക് ഇവിടുത്തെ സർജനെ ഒന്ന് കാണാൻ, എനിക്കൊന്ന് സംസാരിക്കേണ്ടി വരുമെന്ന് പറയാം.
അപ്പോൾ പറയും ഓഫ് കോഴ്സ് ഞാനിപ്പം ഡോക്ടറെ വിളിക്കാമെന്ന് പറയും. അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും ഡോക്ടറെ വിനോദ് ശാലിനിയെ പരിചയപ്പെടുത്തുവാണ്. സാർ ഇത് ശാലിനി ജില്ലാ കളക്ടറാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയും ഹലോ മാഡം വരൂ നമുക്ക് അകത്തോട്ട് ഇരിക്കാമെന്ന് പറയും. ഡോക്ടറെ കണ്ടിട്ട് നല്ലൊരു ഡോക്ടറായിട്ടാണ് തോന്നുന്നത്. അപ്പോഴേക്കും ശാലിനി പറയും വേണ്ട നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ്. ഈ നെട്ടൂർ പാലത്തിൻ്റെ അടിയിൽ നിന്നും കത്തിക്കരിഞ്ഞ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ശാലിനി ഡോക്ടറോട് ചോദിക്കുകയാണ്. ഈ തെളിവായിട്ട് ഹാജരാക്കാൻ പറ്റിയ എന്തെങ്കിലും എന്നാണ് ശാലിനി ചോദിക്കുകയാണ്. അപ്പം ഡോക്ടർ വേണേൽ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു സാധ്യതയുണ്ട്, പല്ലുകളിൽ നിന്നും എല്ലുകളിൽ നിന്നൊക്കെ നമുക്ക് DNA ടെസ്റ്റ് വഴി അങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ ഡോക്ടർ പറയാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്, പക്ഷേ അതിന് താമസമുണ്ടെന്ന് പറയാണ്. അപ്പോൾ ശാലിനി ഒരു കേസിൻ്റെ കാര്യത്തിനായിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് നല്ലതായിരുന്നു എന്ന് ഡോക്ടറോട് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയും ഞാൻ തരാമെന്നുള്ള രീതി പറയുവാണ്. വിനോദിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയാം. അതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ശാലിനി വിനോദുമായിട്ട് സംസാരിക്കുകയാണ്. ആ ബോഡി കത്തിക്കരിഞ്ഞിരുന്നത് ഒരു കാറിലല്ലായിരുന്നു. ആ കാറിൻ്റെ ഡീറ്റെയിലും എനിക്ക് വേണം. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിനോദിനെ വിളിച്ചതിന് തന്നെ കാരണം അതാണെന്ന് പറയാണ്. ഓക്കെ മാഡം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിലും ഞാൻ തന്നോളാം എന്ന് വിനോദ് പറയാണ്. പിന്നീട് കാണിക്കുന്ന വസുമതി കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം കാണിക്കുന്ന കുട്ടികൾ സ്വാമി പറഞ്ഞ പ്രകാരം വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓം നമഃശിവായ എന്ന് പറഞ്ഞ് തന്നെ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് പപ്പിയും സത്യയും മാറി മാറി ഇങ്ങനെ ഓരോ പ്രാവശ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് വീണ്ടുമാണ് രണ്ടുപേരും വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറേ സമയമായി. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് സ്വാമി വരികയാണ്. ഇത്തരം പ്രാവശ്യം വേണേലും വഴിപാട് ചെയ്തു തരാൻ എൻ്റെ ബിഗ് ഫ്രണ്ടിനെ കേസിൽ നിന്ന് രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് കുട്ടികൾ രണ്ടുപേരും ഓരോ പ്രാവശ്യം ജലം കൊണ്ടൊഴിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സ്വാമിയുടെ അടുത്തേക്ക് ഒരാൾ വരുവാണ്. അപ്പോൾ ആ ആൾ സ്വാമിയോട് ചോദിക്കുകയാണ്, സ്വാമി എന്താണ് ഇത്ര കാര്യമായിട്ട് നോക്കി നിൽക്കുന്നത്? അപ്പോൾ സ്വാമി പറയാണ്, കണ്ടില്ലേ ആ കുഞ്ഞുമക്കൾക്ക് എത്ര പ്രായമുണ്ട്, സ്വന്തം അച്ഛൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ധാര ഒഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. ആ കുട്ടികളുടെ അച്ഛൻ എന്ത് ആപത്താണ് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാം അത് ആ കുട്ടികൾക്കേ അറിയത്തുള്ളൂ എന്ന് പറയുകയാണ്. എന്തായാലും ഈ കുട്ടികളുടെ അച്ഛൻ ഭാഗ്യം ചെയ്തതാണ്, ഇതുപോലെ തന്നെ 2 പെൺമക്കളെ കിട്ടിയില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് മനുഷ്യൻ പറയാണ്, എനിക്കുണ്ട് 3 മക്കൾ, 3 ആൺമക്കൾ, ഒരാവശ്യം വേണമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടണം, തിരിഞ്ഞു നോക്കത്തില്ല. ഈ കുട്ടികളുടെ അച്ഛൻ ആരായാലും ഭാഗ്യം ചെയ്ത ആളാ അല്ലേ സ്വാമി എന്ന് പറയാണ്. അപ്പോൾ സ്വാമി പറയണം, അതെ, അതുകൊണ്ടല്ലേ ഇതുപോലെ സ്നേഹനിധികളായ പെൺകുട്ടികളെ കിട്ടിയത്. അപ്പോൾ സ്വാമി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ജഗദീശ്വര, ഈ കുട്ടികളുടെ അച്ഛൻ ഏത് ആപത്തിൽ പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് സ്വാമിയും കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇത് എൻ്റെ കൂടി പ്രാർത്ഥനയാണെന്ന് സ്വാമി പറയാണ്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ജയിലിലാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ഈ സത്യയും പപ്പിയും വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഒഴിക്കണോ സത്യം എന്ന് ചോദിക്കുകയാണ് പപ്പി. അപ്പോഴേക്കും പറയും, ഒഴിക്കാവുന്ന അത്രയും പുണ്യം നമ്മുടെ ബിഗ് ഫ്രണ്ടിന് കിട്ടില്ലേ എന്ന് സത്യ പറയാണ്. എന്ന് പറഞ്ഞ് കുട്ടികൾ വീണ്ടും ഓം നമഃശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ജലം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വിഷ്ണു അച്ഛനെ ഒരു ആപത്തും കൂടാതെ പുറത്ത് വിടണേ ഓം നമഃശിവായ എന്ന് പറഞ്ഞ് രണ്ടുപേരും കാര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ജലം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാണിച്ച് ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത റിവ്യൂ ആയിട്ട് കാണാം.